എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ 13ാമത്തെ കഥയാണ്. മൂങ്ങമന്ത്രിമാരുടെ ആവശ്യപ്രകാരം രക്താക്ഷൻ പറഞ്ഞ കഥയാണിത്. ഗംഗാ നദീതീരത്ത് യാജ്ഞവൽക്യൻ എന്നൊരു മുനിശ്രേഷ്ഠൻ വസിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസം കുളിച്ച് സന്ധ്യാവന്ദനത്തിന് ഭാവിക്കുമ്പോൾ ഒരു പരുന്തിൻ്റെ കൊക്കിൽ നിന്ന് ഒരു പെണ്ണെലിക്കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈത്തലങ്ങളിലേക്ക് വീണു. അവളെ കണ്ട് ദയ തോന്നിയ അദ്ദേഹം തപശക്തി കൊണ്ട് അവളെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുചെന്നു. ആശ്രമത്തിലെത്തി അദ്ദേഹം പത്നിയെ വിളിച്ചു പറഞ്ഞു, നമുക്കേതായാലും മക്കളില്ലല്ലോ, ഇവളെ സ്വീകരിച്ച് ഒരു മകളായി വളർത്തുക. മുനിപത്നി സസന്തോഷം അവളെ സ്വീകരിച്ച് ലാളിച്ചു വളർത്തി. വിവാഹപ്രായമായപ്പോൾ അവർ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാറായി. അത് കേട്ട് മഹർഷി തെല്ലൊന്ന് ആലോചിച്ച് അവളെ സൂര്യഭഗവാനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. മുനിപത്നിക്കും അത് സമ്മതമായിരുന്നു. മഹർഷി ഉടൻ തന്നെ തൻ്റെ മന്ത്രപ്രഭാവത്താൽ സൂര്യനെ വിളിച്ചു. സൂര്യൻ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം മകളെ വിളിച്ചു പറഞ്ഞു, 3 ലോകങ്ങൾക്കും വെളിച്ചമരുളുന്ന സൂര്യഭഗവാൻ ഇതാ നിൽക്കുന്നു. നിനക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണോ? മകൾ പറഞ്ഞു, ദഹിപ്പിക്കുന്ന ചൂടുള്ള ഇദ്ദേഹത്തെ എനിക്ക് വേണ്ട, കുറെ കൂടി യോഗ്യനായ ഒരാൾ വേണം. മുനി സൂര്യനോട് ചോദിച്ചു, അങ്ങേക്കാൾ യോഗ്യനായി ആരെങ്കിലും ഉണ്ടോ? ഭഗവാൻ പറഞ്ഞു, മേഘം വന്ന് മൂടിയാൽ എന്നെ കാണാതാകും, അതുകൊണ്ട് മേഘം എന്നേക്കാൾ യോഗ്യനാണ്. മഹർഷി ഉടനെ മേഘത്തെ വിളിച്ചു വരുത്തി മകളോട് അഭിപ്രായം ചോദിച്ചു. അവൾ പറഞ്ഞു, യാതൊരു ചൈതന്യവുമില്ലാത്ത ഇദ്ദേഹത്തെ എനിക്ക് വേണ്ട, കുറെ കൂടി യോഗ്യനായ ഒരാൾ വേണം. അപ്പോൾ മേഘം പറഞ്ഞു, കാറ്റ് എന്നേക്കാൾ യോഗ്യനാണ്, കാരണം കാറ്റ് വീശുമ്പോൾ ഞാൻ പല നുറുങ്ങായി ചിന്നിച്ചിതറിപ്പോകും. ഉടനെ മഹർഷി വായുഭഗവാനെ വരുത്തി. അപ്പോൾ മകൾ പറഞ്ഞു, എനിക്ക് കുറെ കൂടി യോഗ്യനായ ആൾ വേണം. അത് കേട്ട വായുഭഗവാൻ പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്തുന്നയാൾ പർവ്വതമാണ്, അതുകൊണ്ട് പർവ്വതം എന്നേക്കാൾ യോഗ്യനായിരിക്കും. മഹർഷി ഉടനെ പർവ്വതത്തെ വിളിച്ചു. എന്നിട്ട് മകളോട് അഭിപ്രായം ചോദിച്ചു. പർവ്വതത്തെ കണ്ട് മകൾ പറഞ്ഞു, കഠിനനും നിന്നിടത്ത് നിന്ന് ഇളകാൻ വയ്യാത്തവനുമായ ഇദ്ദേഹത്തെ എനിക്ക് വേണ്ട, കുറെ കൂടി യോഗ്യനായ ആൾ വേണം. മുനിശ്രേഷ്ഠൻ പർവ്വതത്തിനോട് അന്വേഷിച്ചു, അങ്ങയേക്കാൾ യോഗ്യനായ ആരെങ്കിലും ഉണ്ടോ? പർവ്വതം തെല്ലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എലി എൻ്റെ ശരീരം കടിച്ചു പിളർക്കാറുണ്ട്, അതുകൊണ്ട് എലി എന്നേക്കാൾ യോഗ്യനായിരിക്കും. ഉടനെ മഹർഷി എലികളുടെ രാജാവിനെ വിളിച്ചു വരുത്തി മകളോട് അഭിപ്രായം ചോദിച്ചു. എലിയെ കണ്ട് സന്തോഷവതിയായ അവൾ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തിന് തന്നെ മതി. മകളുടെ തൃപ്തിപൂർണമായ മറുപടി കേട്ട് മുനിക്കും സന്തോഷമായി. അദ്ദേഹം അവളെ വീണ്ടും എലിപ്പെണ്ണാക്കി മാറ്റി മൂഷിക രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. കഥ അവസാനിപ്പിച്ച് രക്താക്ഷൻ തുടർന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വജാതി സ്നേഹം നിസ്സാരമല്ലെന്ന്. രക്താക്ഷൻ പറയുന്നത് ഗൗനിക്കാതെ മൂങ്ങകൾ സ്ഥിരജീവിയെ കോട്ടയിലേക്ക് കൊണ്ടുവന്നു. കോട്ട വാതിൽക്കൽ എത്തിയപ്പോൾ സ്ഥിരജീവിക്ക് ഇഷ്ടമുള്ള സ്ഥാനം കൊടുക്കുവാൻ അരിമർദ്ദനൻ കൽപ്പിച്ചു. അപ്പോൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് സ്ഥിരജീവി പറഞ്ഞു, അങ്ങയോട് വളരെ വിശ്വസ്തതയും സ്നേഹവും ഉണ്ടെനിക്ക്. എന്നാലും കോട്ടയുടെ നടുവിൽ വസിക്കാൻ ഞാൻ അർഹനല്ല. ഞാൻ കോട്ടവാതിൽക്കലിരുന്ന് അങ്ങയുടെ പാദപൂജ നടത്തിക്കൊള്ളാം. അരിമർദ്ദനൻ അത് സമ്മതിച്ചു. രാജഭൃത്യൻ കൽപ്പനപ്രകാരം സ്ഥിരജീവിക്ക് ധാരാളം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. കുറച്ചു ദിവസം കൊണ്ട് തന്നെ കാക്ക തടിച്ചു കൊഴുത്ത് ആരോഗ്യവാനായി. അതുകൊണ്ട് രക്താക്ഷൻ പറഞ്ഞു, അങ്ങും മന്ത്രിമാരും വിഡ്ഢികളാണ്, പക്ഷിയെ തുറന്നുവിട്ട രാജാവിനെ പോലെ. മന്ത്രിമാരുടെയും രാജാവിൻ്റെയും ആവശ്യപ്രകാരം രക്താക്ഷൻ പറഞ്ഞ സിംഭുകൻ എന്ന പക്ഷിയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ 13ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.